UN മനുഷ്യാവകാശ സമിതിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയേക്കും. പലസ്തീനുള്ള UN സഹായം ഉറപ്പാക്കുന്ന UNRWAക്കുള്ള പിന്തുണ അമേരിക്ക പിൻവലിക്കും. ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്തും UN മനുഷ്യാവകാശ സമിതിയിൽ നിന്ന് US പിന്മാറിയിരുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഈ രണ്ടാമൂഴത്തിൽ ചുമതലയേറ്റതിന് പിന്നാലെ ഇങ്ങനെ ചില ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്നത് പതിവാണ്. ഇത് മുൻപേയും ചെയ്തിട്ടുള്ളതാണ്. നോക്കൂ, നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണോ ഈ ട്രംപ്? തീർച്ചയായും കൃഷ്ണരാജ്, നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിച്ച് അത് നടപ്പാക്കുക കൂടി ചെയ്യുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് നൽകുന്ന തുകയുടെ സംബന്ധിച്ച് ഒരു തർക്കമുണ്ടായിരുന്നു. ചൈന നൽകിയ തുകയുടെ വളരെ കൂടിയ തുകയാണ് അമേരിക്ക നൽകുന്നത്. അതുകൊണ്ട് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകുന്ന തുകയിൽ നിന്നും തുക നൽകുന്നതിൽ നിന്നും പിന്മാറുമെന്ന് വളരെ കൃത്യമായി നേരത്തെ പറയുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പുറപ്പെടുവിക്കാനൊക്കെ ട്രംപ് തയ്യാറാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് വേണ്ടിയുള്ള പിന്തുണ നൽകുന്നതിനും അതിൽ നിന്ന് പിന്മാറുന്നതിനും, അതിൻ്റെ കൗൺസിലിൽ നിന്ന് പിന്മാറുന്നു. UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ കൗൺസിലിൽ നിന്ന്, മനുഷ്യാവകാശ കമ്മീഷൻ്റെ കൗൺസിലിൽ നിന്നും പിന്മാറാനുള്ളൊരു തീരുമാനം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ കൗൺസിലാണ് പ്രധാനമായും പല നയപരമായ തീരുമാനങ്ങളും എടുക്കുന്നത്. ലോകത്തെവിടെയെങ്കിലും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിരീക്ഷകരെ നിയമിക്കുന്നതിന്, അതായത് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കൃത്യമായി കണ്ടെത്തി അത് UN റിപ്പോർട്ട് ചെയ്ത് ആ UN റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ UN സെക്യൂരിറ്റി കൗൺസിൽ എല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടൽ സാധ്യമാകുക. അത് സൈനിക ഇടപെടലാണോ, സൈനികേതര ഇടപെടലാണോ, ഏത് രീതിയിലാണ് വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച നിരീക്ഷകരെ നിയമിക്കുന്ന കൗൺസിലിൽ നിന്നാണ് ഇപ്പോൾ അമേരിക്ക പിന്മാറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ പിന്മാറുന്നത് മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം കൂടി പറയുന്നത് UN റിലീഫ് വർക്ക് ഏജൻസി, അതായത് പാലസ്തീൻ്റെ തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള UNൻ്റെ സംവിധാനമായ UN റിലീഫ് വർക്ക് ഏജൻസി, UNRWA എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ നിന്നും പിന്മാറുമെന്നും വളരെ കൃത്യമായി ട്രംപ് പറയുന്നുണ്ട്. നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ നിരീക്ഷിക്കേണ്ട പല വിഷയങ്ങളും ഇക്കാര്യത്തിലുണ്ട് എന്നതും ഒരു ഗൗരവമുള്ള വിഷയമാണ്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് അതായത് ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ച, ട്രംപിൻ്റെ കൂടിക്കാഴ്ച നടക്കാനിരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ച നടക്കുന്നതിന് മുന്നോടിയായാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നതും ഏറെ നിർണായകമായൊരു വസ്തുതയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം തന്നെ പിന്മാറാനുള്ളൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന് പല കാരണങ്ങളുമുണ്ട്. കാരണം യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന സംവിധാനം ഒരു കൃത്യമായ സംവിധാനമായി അല്ലെങ്കിൽ ഒരു പരമ്പരാഗത സ്വഭാവമുള്ളൊരു സംവിധാനമായി തുടരുന്നത് ആധുനിക ലോകക്രമത്തിന് അത്ര യോജ്യമല്ല എന്ന നിലപാട് പല രാഷ്ട്രങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ പല രാഷ്ട്രങ്ങളുടെ ക്ലസ്റ്ററുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം, അതായത് ബ്രിക്സും അതുപോലെ തന്നെ G20 അതുപോലുള്ള നിരവധിയായ രാഷ്ട്രങ്ങളുടെ ക്ലസ്റ്ററുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 10-12 വർഷമായി കൃത്യമായും അത് ശക്തമാകുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ നമ്മൾ ലോകരാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ മനസ്സിലായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത് എന്നത് ഒരു ആഗോള പ്രസക്തമായ ഒരു നടപടിയുടെ ഭാഗമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ UN റിലീഫ് വർക്ക് ഏജൻസിയുടെയും അതുപോലെ തന്നെ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെയും അംഗത്വത്തിൽ നിന്നും പിന്മാറാനുള്ളൊരു തീരുമാനമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്ന കൃത്യമായ സൂചനകളാണ് പുറത്തു വരുന്നത്. 1-2 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നു എന്നതും കൂടിയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ പരസ്യമായി ഇത്തരം ചില നിലപാടുകൾ പുറത്തു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കൃഷ്ണരാജ്, UN മനുഷ്യാവകാശ സമിതിയിൽ നിന്ന് അമേരിക്ക പിന്മാറും എന്ന വിവരം വരുന്നു. പലസ്തീനുള്ള UN സഹായം ഉറപ്പാക്കുന്ന UNRWAക്കുള്ള പിന്തുണ അമേരിക്ക പിൻവലിക്കും. നേരത്തെ ആദ്യ ഭരണകാലത്തും ഇതേ നിലപാടായിരുന്നു ട്രംപിനുണ്ടായിരുന്നത്. അതാകട്ടെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇന്ന് ചർച്ച നടക്കുന്നതിന് മുന്നേയാണ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം എന്നതും വളരെ പ്രസക്തമായ കാര്യമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.